ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തിട്ടുള്ള ഡേ 3 to 5 വരെ പറഞ്ഞിട്ടുള്ള പോർഷൻസിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കേവലം നമ്മൾ ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോവുകയല്ല, ആവശ്യമുള്ളതിൻ്റെയൊക്കെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കോൺസെപ്റ്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞു പോകാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻപത്തെ പേപ്പറുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ഇട്ടത് കേട്ടോ. നോക്കി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയായി നിർവചിച്ചത് ഏത് വ്യാവസായിക നയമാണ്? ഇൻഡസ്ട്രിയൽ പോളിസീസ് കുറേയധികം ഉണ്ട്. അതിൽ ഓരോ ഇൻഡസ്ട്രിയൽ പോളിസിയിലും എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വെച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, വ്യാവസായിക നയം 1948 ഓക്കെ, കാരണം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഇൻഡസ്ട്രിയൽ പോളിസി ആയിരുന്നു അത്. അതിൽ തന്നെ ആയിരിക്കണമല്ലോ. നമ്മൾ ആദ്യമേ പറയുകയാണ് മിക്സഡ് ഇക്കോണമിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് സോഷ്യലിസവും ആക്ച്വലി ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം അല്ലെ, രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യം മാത്രമേ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിരിക്കുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് അത് വന്നത് അല്ലെ. അതുപോലെ തന്നെ 56 കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന ഏതാണ് എന്ന് ചോദിച്ചാലും വ്യാവസായിക നയം 1956 ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1956. ഓക്കെ, അടുത്ത ചോദ്യം, മഹലനോബിസ് വളർച്ചാ മാതൃക അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ വ്യാവസായിക നയം ഏത്? മഹലനോബിസ് മോഡൽ എന്ന് പറയുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? മഹലനോബിസ് വളർച്ചാ മാതൃക അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ ഇൻഡസ്ട്രിയൽ പോളിസി ഏതാണ് എന്നുള്ളതാണ്. അത് ഏതാണെന്ന് അറിയോ? വ്യാവസായിക നയം 1956. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന അതിൽ തന്നെയാണ് ഈ പറയുന്ന പ്രസ്തുത നയം അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മഹലനോബിസ് മോഡലിൽ എന്തായിരുന്നു? കൂടുതലും വൻകിട വ്യവസായങ്ങളുടെ സ്ഥാപനത്തിൽ അതുപോലെ തന്നെ നിക്ഷേപത്തിലൊക്കെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഒരു ഗ്രോത്തിന്റെ മഹലനോബിസ് വളർച്ചാ മാതൃകയുടെ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ എക്കണോമിക്സ്, ഭരണഘടന ഒക്കെ റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ അതിലിങ്ങനെ കുറച്ച് ബുക്സിനൊക്കെ പേര് പറയും. അപ്പോൾ അതിന്റെ പേരും ശ്രദ്ധിക്കണം, ഓതേഴ്സിനെയും ശ്രദ്ധിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഇട്ടത്. നോക്കിയാൽ റീകൺസ്ട്രക്ടിങ് ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻസ്: ഗുണാർ മെഡൽ, എം വിശ്വേശ്വരയ്യ, ശ്രീമൻ നാരായൺ അഗർവാൾ, MN റോയ്. ആൻസർ എം ആണ്, വിശ്വേശ്വരയ്യ. അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് ഒക്കെ അദ്ദേഹമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കൃതിയുണ്ട്. ഏതാണെന്നറിയോ? പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഒരു പേരായിരിക്കും. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരാണ്. എഞ്ചിനീയേഴ്സ് ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 15. ചോദ്യം നോക്കാം, കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഏത് പദ്ധതി കാലത്താണ്? അത് ഡയറക്റ്റ് ആൻസർ പറയാം, ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് നമുക്കറിയാം 1951 to 56 വരെയായിരുന്നു അല്ലെ. കുറേയധികം കാര്യങ്ങൾ വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അല്ലെ. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയൊരു പഞ്ചവത്സര പദ്ധതിയാണത്. അതുപോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നു. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് UGC 1953 സ്ഥാപിക്കുന്നതെങ്കിലും അതിന്റെ ആക്ട് പാസ്സാക്കുന്നത് 1956. UGC ആക്ട് എന്ന് പറഞ്ഞാൽ പാസ്സാക്കുന്നത് 56. അതുപോലെ 5 IIT സ്ഥാപിതമാകുന്നത് അല്ലെ. ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹിയിലൊക്കെ ഈ 5 IIT വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സാധിച്ചു അല്ലെ, ഒരു വിജയമായിരുന്നു. അതുപോലെ കുറേയധികം വൻകിട ജലസേചന പദ്ധതികൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വരുന്നത്. ബക്രാനങ്കൽ, ഹീരാകുഡ്, ദാമോദർ വാലി. ഈ ജലസേചന പദ്ധതികൾ ഏത് നദിയുടെ കുറുകെയാണ്? അത് ജലസേചന പദ്ധതിയാണോ കേവലം, അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ളതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ വൻകിട ജലസേചന പദ്ധതികളാണ് ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, 1955 കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആക്ച്വലി അത് 56 to 61 വരെയാണ് അല്ലെ. നമുക്കറിയാം മഹലനോബിസ് മോഡൽ. മറ്റേത് ആദ്യത്തേത് ഹരോഡ് ഡോമർ മോഡലാണ്. DRDO വരുന്നതും അത് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമാകുന്നതും ഒക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം, ഏത് അനുച്ഛേദ പ്രകാരമാണ് കേരള സിവിൽ സർവീസ് നിയമന സേവന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവൺമെന്റിന് ലഭ്യമായിട്ടുള്ളത്? അപ്പോൾ ഒരു ടൈപ്പിംഗ് എറർ വന്നപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. 306, 8, 9, 319 ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, ഏത് ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് കേരള ഗവൺമെന്റിന് കേരള സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങളൊക്കെ നിർമ്മിക്കാൻ സാധിക്കുന്നത്? ആർട്ടിക്കിൾ 309 ആണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണിത്. ഇനി നെക്സ്റ്റ്, കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? കേരള പബ്ലിക് സർവീസ് ആക്ട് എന്ന് പറഞ്ഞാൽ നിലവിൽ വന്നത് എന്നാണ്? 1968 സെപ്റ്റംബർ 17 മുതലാണ്. 1968 സെപ്റ്റംബർ 17 മുതലാണ്. ഇങ്ങനത്തെ ഡേറ്റുകൾ, ആർട്ടിക്കിൾസ്, ഓരോ ആക്ടിന്റെ കീഴിൽ എന്തൊക്കെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. അടുത്ത ചോദ്യം, കേരള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് രൂപീകരിക്കപ്പെട്ട പ്രധാന ചട്ടം അല്ലെങ്കിൽ ചട്ടങ്ങൾ ഏതൊക്കെയാണ്? പറഞ്ഞിട്ടുള്ള എല്ലാം തന്നെ, അതായത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958, കേരള സർവീസ് റൂൾസ് 1959, അതുപോലെ കേരള ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾസ് 1960. ഇതെല്ലാം തന്നെ എന്താണ്? ഈ പറയുന്ന കേരള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ സേവന വേതന വ്യവസ്ഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളാണ്. ഓക്കെ,
അപ്പോൾ ഇതിന്റെ അണ്ടറിൽ ഓരോന്നിലും എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ കഴിഞ്ഞ LDCയിൽ ഒരു സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പെസിഫിക് ആയിട്ട് ഇത് ഏത് റൂൾസിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂള് നമ്മൾ കേട്ടിട്ടുണ്ട്, KS ആൻഡ് SSR 1958, പിന്നെ KSR 1959, പിന്നെ ഇപ്പൊ കണ്ട കേരള ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾസ് 1960. ഇതും കൂടിയുണ്ട് കേരള സിവിൽ സർവീസസ് തരം തിരിക്കലും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് 1960 ഒരെണ്ണം കൂടിയുണ്ട്. അതും കൂടെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കേരള സിവിൽ സർവീസസ് തരം തിരിക്കലും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങൾ, അങ്ങനത്തെ ഒരു സംഭവം കൂടിയുണ്ട്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്ത ചോദ്യം, പങ്കാളിത്ത പെൻഷൻ നിലവിൽ വന്നത് എന്ന്. അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റം NPS ആണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നിലവിൽ വന്നത് ഞാൻ ഡയറക്റ്റ് ആൻസർ പറയാം. April 1, 2013 ആണ്. April 1, 2013. എന്താണ് ഈ ഒരു പെൻഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത? April 1, 2013 മുതൽ സർവീസിൽ പ്രവേശിച്ച എല്ലാവർക്കും ഈ പറയുന്ന NPS സിസ്റ്റമാണ് ബാധകമായിരിക്കുക. ഓക്കെ, അവർക്ക് ശമ്പളമായിട്ട് ഉണ്ട് അല്ലെ, ഒരു അടിസ്ഥാന ശമ്പളമുണ്ട്, ക്ഷാമബത്ത ഉണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ 10% എന്ത് ചെയ്യണം, ഇതിലേക്ക് അടയ്ക്കണം. ഓക്കെ, അടിസ്ഥാന ശമ്പളം, ക്ഷാമബത്ത എന്നിവയുടെ 10% ഇവർ പ്രതിമാസ വിഹിതമായിട്ട് ഈ NPS എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ ഒരു NPSന് കീഴിൽ ഒരു പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതില് ഒരു പ്രത്യേകത എന്താണ്, പെൻഷൻ പ്രായം 60 വയസ്സാണ്. ഓക്കെ, ഇതിൽ അംഗമായിട്ടുള്ളത്. എന്നാൽ മുൻപ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആയിരുന്നു, അത് അതിനർഹരായവരുടെ 56 പെൻഷൻ പ്രായം. ഇപ്പോൾ NPS ആണ്, അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാം. മുൻപ് അങ്ങനെ ഒരു ഇതല്ല. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ കേരള സ്റ്റേറ്റ് സർവീസ് ഏതാണ്? നമുക്കറിയാം സ്റ്റേറ്റ് സർവീസും ഉണ്ട്, സബോർഡിനേറ്റ് സർവീസും ഉണ്ട് അല്ലെ. സർവീസ് കേരള സിവിൽ സപ്ലൈ സർവീസ്, അതൊരു സ്റ്റേറ്റ് സർവീസ് ആണ്. കേരള ഫയർ സർവീസ്, അതും ഒരു സ്റ്റേറ്റ് സർവീസ് ആണ്. കേരള സിവിൽ ജുഡീഷ്യൽ സർവീസ്, അത് ചിലപ്പോൾ സംശയം തോന്നും, ആണോന്ന്. ആണ്, കേരള സിവിൽ ജുഡീഷ്യൽ സർവീസും സ്റ്റേറ്റ് സർവീസ് ആണ്. ഇവയെല്ലാം തന്നെ സ്റ്റേറ്റ് സർവീസുകളാണ്. ഓക്കെ, സബോർഡിനേറ്റ് സർവീസ് വരുമ്പോൾ ഈ പറഞ്ഞതിന്റെ ഒക്കെ കൂടി സബോർഡിനേറ്റ് എന്നുള്ളൊരു വാക്കും കൂടി ഉണ്ടാവും. ഓക്കെ, കേരള സിവിൽ സപ്ലൈ സർവീസ് ആണെങ്കിൽ സിവിൽ സപ്ലൈ സബോർഡിനേറ്റ് സർവീസ്, കേരള ഫയർ സർവീസ് ആണെങ്കിൽ ഫയർ സബോർഡിനേറ്റ് സർവീസ് എന്നുള്ള രീതിയിൽ സബോർഡിനേറ്റ് വരുന്നത് ഇപ്പൊ സ്റ്റേറ്റ് സിവിൽ സർവീസിന് എന്തൊക്കെ വരുന്നു അതിന്റെ കൂടെ സബോർഡിനേറ്റ് എന്നുള്ളൊരു ടേം വരും, എക്സെപ്റ്റ് 3 മൂന്നെണ്ണത്തിന് ഒഴികെ. ഒന്ന്, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, ഞാൻ ഷോർട്ടായിട്ടാണ് എഴുതുന്നത്, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, പിന്നെ കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, കേരള പാർട്ട് ടൈം കണ്ടിൻജന്റ് സർവീസ്. ഇതെത്രയും ഒന്ന് നോക്കി വെച്ചിരിക്കണം. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, കേരള പാർട്ട് ടൈം കണ്ടിൻജന്റ് സർവീസ്. ഓക്കെ, അടുത്ത ചോദ്യം, ജീവശാസ്ത്രത്തിന്റെ പിതാവ് അതാരാണെന്ന് അറിയോ? അരിസ്റ്റോട്ടിൽ ആണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിൽ ഉള്ളതും കൂടി നോക്കാം. തിയോഫ്രാസ്റ്റസ്, അദ്ദേഹം സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. ഓക്കെ, സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് അദ്ദേഹം. ഇനി ലാമാർക്ക്, ബയോളജി എന്ന് പറയുന്ന ഒരു പദം നിർവചിച്ചത്. ഓക്കെ, ബയോളജി എന്ന പദം നിർവചിച്ചത് ലാമാർക്കാണ്. അടുത്ത ജീവന്റെ അടിസ്ഥാന കണിക ഏതാണ്? ജീവദ്രവ്യമാണ്. ആ പേരിൽ തന്നെ ഉണ്ട്, ജീവന്റെ അടിസ്ഥാന കണിക ജീവദ്രവ്യം, അഥവാ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രോട്ടോപ്ലാസം. അടുത്ത ചോദ്യം, ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാകോശങ്ങളുടെ എണ്ണം. ഇത് ചോദിക്കാറുണ്ട്. ക്രമഭംഗം എന്ന് പറഞ്ഞാൽ മൈറ്റോസിസ്. ഓക്കെ, മൈറ്റോസിസിലൂടെ ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിന്റെ എണ്ണം 2 എന്നാൽ അതേസമയം മിയോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്, അതാണ് ഊനഭംഗം. അതിൽ കൂടി ഉണ്ടാകുന്ന ഡോട്ടർ സെൽസ് 4. ശ്രദ്ധിക്കണം കേട്ടോ, ഈ മൈറ്റോട്ടിക് ഡിവിഷനും മിയോസിസ് ഡിവിഷനും എന്നുള്ളത് ശ്രദ്ധിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ബയോളജി പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചൊന്ന് നോക്കി വെച്ചേക്കുക. എല്ലാ ഫീസും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു രീതിയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ വരാറുണ്ട്. അടുത്ത ചോദ്യം, കോശ ശ്വസനത്തിൽ നിന്നോ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടം ഏതാണ്? സെൽ റെസ്പിറേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, ഇതിൽ 2 പ്രോസസ്സുകളുണ്ട്, ഗ്ലൈക്കോളിസിസും അതുപോലെ ക്രബ്സ് സൈക്കിൾ അഥവാ ക്രബ്സ് പരിവൃത്തി എന്ന് പറഞ്ഞിട്ട് 2 ഘട്ടങ്ങളുണ്ട്. ഓക്കെ, ഇതിൽ എന്ത് വേണ്ട? ഓക്സിജൻ വേണ്ട. ഇതിൽ ഓക്സിജൻ വേണം. അപ്പൊ ഇതിൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടം എന്ന് പറയുന്നത് 1ാം ഘട്ടമായ ഗ്ലൈക്കോളിസിസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, 2ാം ഘട്ടം എന്ന് പറയുന്നതാണ് ക്രബ്സ് പരിവൃത്തി. അതിന് ഓക്സിജൻ ആവശ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം അമേരിക്കയാണ്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം അമേരിക്കയാണ്. പക്ഷേ ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടൻ ആണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളാണ് SN മുഖർജി. SN മുഖർജി അല്ല, HC മുഖർജി. ഓക്കെ, ഒരാൾക്ക് പെട്ടെന്ന് തെറ്റാൻ ചാൻസ് വരുന്ന ഒരു സംഭവമാണ്, പേരിന്റെ ഇനീഷ്യൽ വെച്ചിട്ട് മാറ്റി കൊടുക്കാൻ നമുക്ക് അല്ലെ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളാണ് HC മുഖർജി. അതുപോലെ തന്നെ VT കൃഷ്ണമാചാരി ഉണ്ട്. SN മുഖർജി ഇപ്പോൾ ആരാണ്? അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു. ഓക്കെ, ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു. അപ്പൊ 2ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗങ്ങളായിരുന്നു ലീല റോയ്, മാലതി ചൗധരി, രേണുക റോയ്, സുചിത കൃപലാനി എന്നിവർ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ
15 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൽ ഈ പറഞ്ഞ പോലെ ലീല റോയ്, മാലതി ചൗധരി, രേണുക റോയ്, സുജേത കൃപലാനി ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉത്തരം കിട്ടി. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നത്. ഇപ്പോൾ വേറെയും പേഴ്സണാലിറ്റീസിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ. ഓക്കെ, നമ്മളോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു എന്ന് തോന്നുന്നു LDCക്ക്. അപ്പോൾ സരോജിനി നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ് ഒക്കെ ഈ പറയുന്ന ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു. ഓക്കെ, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 20 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 20 അല്ല, 22 കമ്മിറ്റികളാണ്. മേജർ കമ്മിറ്റീസും മൈനർ കമ്മിറ്റീസും എന്നും പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഓരോ മേജർ കമ്മിറ്റീസിലും ആരൊക്കെയാണ് അതിന്റെ നേതൃത്വം വഹിച്ചിരുന്നത്, ചെയർമാൻമാരായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. മേജർ കമ്മിറ്റി സ്പെസിഫിക് ആയിട്ട് നോക്കണം. മൈനർ കമ്മിറ്റീസിൽ ചിലതൊക്കെ നോക്കി വെച്ചാൽ മതി. 8 മേജർ കമ്മിറ്റീസും 14 മൈനർ കമ്മിറ്റീസും ആണുള്ളത്. അതുപോലെ തന്നെ മൈനർ കമ്മിറ്റീസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, മെമ്പർ അല്ലാതെ ഇരുന്നിട്ടും അതിൽ ചെയർമാനായിട്ടിരുന്ന കുറച്ച് പേരുണ്ട്. അവര് ഭരണ നിർമ്മാണ സഭയിൽ അംഗമായിരിക്കില്ല, നോൺ മെമ്പർ ആയിട്ട് ഇരിക്കുന്നത്. ഉദാഹരണമാണ് നളിനി രഞ്ജൻ സർക്കാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ S വരദാചാരി, ഇവരുടെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ മിഷൻ ക്യാബിനറ്റ് മിഷനാണ്. ശരിയാണ്, ക്യാബിനറ്റ് മിഷനാണ് കാരണം. ഇനി അടുത്തത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതെ, 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ആ 7 അംഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം ചോദിക്കാറുള്ളതാണ്, നമ്മൾ പഠിക്കുമ്പോൾ എന്തായാലും പഠിച്ചു തന്നെ വെച്ചേക്കാം. ഡോക്ടർ BR അംബേദ്കർ, പിന്നെ എന്താണ് KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, TP ഖൈത്താൻ, BL മിത്തർ. ഇതിലെ ഖൈത്താന്റെ മരണശേഷമാണ് TT കൃഷ്ണമാചാരി വരുന്നു. ഓക്കെ, രാജിവെച്ച മിത്തറിന് പകരമായിട്ട് N മാധവറാവു വരുന്നു. ഈ ഒരു വ്യത്യാസവും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അടുത്തത്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം ഭരണഘടന കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ശരിയാണ്, സ്റ്റേറ്റ് ലിസ്റ്റ് മാത്രമല്ല യൂണിയൻ ലിസ്റ്റും കടമെടുത്തിട്ടുള്ളത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ശ്രദ്ധിക്കണം. ഓക്കെ, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവയൊന്നും തന്നെ എന്തല്ല, തെറ്റല്ല. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആണ്. ഫസ്റ്റ് വീക്കിന്റെ ആ ഒരു സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തിട്ട് ജനുവരിയുടെ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. 2024 ജനുവരിയിലാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മൾ ഒരു പരിധി വരെ നോക്കിയിട്ടുണ്ട് മുൻപത്തേൽ. ഇത് ബാക്കിയാണ്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കിയിട്ട് വ്യത്യസ്തമായ ചോദ്യങ്ങളൊക്കെ പരിശീലിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഏത് രോഗത്തിന്റെ പ്രതിരോധത്തിനായിട്ടാണ് ആദ്യമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനായ ഹെവി ഷ്യൂർ? അപ്പോൾ ഏത് രോഗത്തിനാണ്? ഓപ്ഷൻസിൽ ഹെപ്പറ്റൈറ്റിസിന്റെ ABCD ഒക്കെ തന്നിട്ടുണ്ട്. ആക്ച്വലി ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്ന രോഗത്തിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്സിൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന ബയോഫാർമ കമ്പനിയാണ് വാക്സിൻ വികസിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ന്യൂറാലിങ്ക് എന്ന കമ്പനി വികസിപ്പിച്ച മനുഷ്യന്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി തലയിൽ ഘടിപ്പിച്ച ചിപ്പിന്റെ പേരെന്ത്? ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ 10th പ്രിലിംസിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചോദ്യം. അതുപോലെ LGSന് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ ന്യൂറാലിങ്ക് ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് എന്ന് പറയുന്നത്. ഈ കമ്പനിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് മനുഷ്യന്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ചിപ്പ് വികസിപ്പിച്ചെടുത്തത്. ആ ചിപ്പിന്റെ പേര് എന്താണെന്നാണ് പക്ഷേ ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതാണ് ടെലിബ്രെയിൻ, ടെലിഹ്യൂമൻ, ടെലിപതി ഇവയൊന്നുമല്ല. ആക്ച്വലി അതിന്റെ പേര് ടെലിപതി എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ട് മാത്രം കേട്ടോ. അടുത്ത ചോദ്യം, ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകളെ മറ്റു രീതിയിൽ വീണ്ടും പ്രയോജനപ്പെടുത്താനുള്ള ISRO അഥവാ ISRO പദ്ധതിയുടെ ഭാഗമായി 2024 ജനുവരിയിൽ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? പോയം 1, 2, 3 ഇവയൊന്നുമല്ല എന്നതാണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആക്ച്വലി ഇതിൽ ചോദിച്ചിട്ടുള്ളത്? അതായത് ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകൾ ഉണ്ടല്ലോ, അവയെ നമുക്ക് മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യണം, പ്രയോജനപ്പെടുത്തണം. സാധാരണ എന്താണ് സംഭവിക്കാറുള്ളത്? ഭ്രമണപഥത്തിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഉപഗ്രഹങ്ങളെയൊക്കെ ഇതാക്കുന്ന റോക്കറ്റ് ദീർഘകാലം അവിടെ തന്നെ അവശിഷ്ടമായിട്ട് തുടരുകയോ അല്ലെങ്കിൽ കടലിൽ വീഴുകയോ ആണ് പതിവ്. അപ്പൊ അതിന് പരിഹാരമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് അതിന് പരിഹാരമായിട്ട് ഇതിനെ എങ്ങനെ മറ്റൊരു രീതിയിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കാതെ പ്രയോജനപ്പെടുത്താം ആ റോക്കറ്റുകളെ എന്നുള്ളത് വെച്ചിട്ടാണ് ISRO ഒരു സംഭവം വികസിപ്പിച്ചിട്ടുള്ളത്. അത് കറക്റ്റ് ആൻസർ എന്താണെന്നറിയോ? പോയം 3. ഇങ്ങനെയാണ് നമ്മൾ എഴുതാം. ഇതിന്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. ഓക്കെ, ഇതാണ് പോയം എന്ന് പറയുന്നത്, പോയം 3. അപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുന്ന റോക്കറ്റുകളെ മറ്റു രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് PSLV റോക്കറ്റിന്റെ 4th അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ഉപഗ്രഹത്തിന് സമാനമായ ഒരു പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുന്ന ഇതായിട്ടാണ് പോയം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിന്റെ 3ാമത്തെ പരീക്ഷണമായിരുന്നു C58 നടന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം, PSLV C58 നടന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് ആദ്യ തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം ഏത് ജില്ലയിലാണ്? ഓക്കെ, സംസ്ഥാനത്ത് ആദ്യ തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട കോന്നിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന്
ഇത്രയും ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇനി അടുത്ത വീക്കിൽ നമ്മൾ ബാക്കിയുള്ള സബ്ജക്ട്സ് പോർഷൻസും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും. ബാക്കിയുള്ള സബ്ജക്ട്സിന് ആ ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള രീതിയിലായിരിക്കും സ്റ്റഡി പ്ലാൻ ഇടുക. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ ഞാൻ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ വൈകിട്ട്. അപ്പോൾ അത് എനിക്ക് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല, ഇത്രയും ചോദ്യങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് ചെയ്യേണ്ടത് കൊണ്ട്. ഓക്കെ, അപ്പോൾ നാളെ വൈകിട്ട് നമുക്ക് സ്റ്റഡി പ്ലാൻ ബാക്കി നോക്കാം നെക്സ്റ്റ് ഇതിലോട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.